ചെയ്യുമാറാകട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഒന്നിച്ച് വിശുദ്ധ പകൽക്കാലം കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആമേൻ തിരുവചനത്തോടുകൂടി ആയിരിക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഒരുക്കിയിരിക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ചിന്തയ്ക്ക് ആധാരമാക്കി എടുക്കപ്പെട്ട തിരുവചന വേദഭാഗം 116 സങ്കീർത്തനം. യഹോവയുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പനെ. ഹല്ലേലൂയ. വചനത്തെ മുറ്റുമായി ദൈവകരങ്ങളിൽ തരുന്നു. പിതാവേ, ഇതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകണമേ. ഇടനാവോട് ഉദരത്തോട് കൂടെ ഇരിക്കണമേ. ആത്മാവിൻ്റെ മറവില ദൈവമേ ഇവിടുന്ന് മറച്ചുകൊള്ളുമാറാകണമേ. തൻ്റെ മക്കളെ ഇന്ന് പകൽക്കാലം വിടുവിക്കുമാറാകണമേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആദ്യോടെന്ന ദൈവസാന്നിധ്യം കൊണ്ട് നിറച്ച് സർവമാനം മഹത്വം അപ്പൻ അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യഹോവയുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പഠിപ്പിക്കുന്നു, യഹോവയുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ സന്നിധാനത്ത് ആമേൻ ഹല്ലേലൂയ ദൈവത്തെ ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഇത്രയും പേർക്ക് ഇവിടെ കടന്നു വരുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കാത്തവർ മാറി നിൽക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന തൻ്റെ ജനം ഇന്ന് പകൽക്കാലം തിരുവാലയത്തിൻ്റെ അങ്കണത്തിലായിരുന്നു കൊണ്ട് ഒന്നുകൂടെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പകലാണ് ഈ പകൽക്കാലം. ഹല്ലേലൂയ. അതിൻ്റെ 5-ാം വാക്യം പറയുന്നു, യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഓർക്കണമേ ദൈവ പൈതലേ, നമ്മുടെ ദൈവം കരുണയുള്ളവനാണ്. അവൻ കൃപയും നീതിയുമുള്ളവനാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നീതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം നീതിയുള്ളവരായിരുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുവാൻ കഴിയാത്ത നിലകളിൽ ജനത്തിന്റെ രണി വെളിപ്പെടുമായിരുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീതിയുടെ മാർഗങ്ങൾ കെട്ടുപോയിരിക്കുന്നു, വിശ്വസ്തത ഇല്ലാതായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഞാൻ പറയപ്പെട്ടതുപോലെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ നാളുകളിൽ ജനത്തിന്റെ നടുവിൽ വിശ്വസ്തത കാണുവാൻ കഴിയുന്നില്ല, നീതി പുലർത്തുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ഫലങ്ങൾ എവിടെയൊക്കെ കെട്ടുപോയിരിക്കുകയാണ്. ആത്മാവിന്റെ ഫലങ്ങൾ നഷ്ടമായിരിക്കുന്ന ഈ അനുഭവം, സ്നേഹമില്ലായ്മ, വിശ്വസ്തതയില്ലായ്മ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന തന്റെ ജനം നീതിയുള്ളവരായി തീരട്ടെ, വിശ്വസ്തതയുള്ളവരായി തീരട്ടെ. കർത്താവിന് വേണ്ടി ആദായമാകുവാൻ തക്കവണ്ണം ഹല്ലേലൂയ തുറന്ന ഹൃദയമുള്ളവരായി തീരട്ടെ. ഹല്ലേലൂയ. പരമാർത്ഥത ഹൃദയമുള്ളവർക്ക് മാത്രമേ ഈ ദൈവത്തെ സേവിപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. ഈ ദൈവത്തെ പൂർണ്ണ ശക്തിയോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ആത്മാവോടുകൂടെ ആരാധിക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ നടുവിൽ ദൈവപ്രസാദം വെളിപ്പെടുന്ന ഒരു പകലാണ് ഈ പകൽ. പ്രൈസ് ദി ലോർഡ്. നീതിയുള്ളവരെ, നീതിയുള്ളവരായി, വിശ്വസ്തതയുള്ളവരായി, ഏകാഗ്രതയുള്ളവരായി, സന്നിധി ബോധമുള്ളവരായി നാം മാറട്ടെ. ഒൻപതാം വാക്യം പറയുന്നു, ഞാൻ ജീവനുള്ള ദേശത്തെ ഗോവിടെ മുൻപാകെ നടക്കും. ആമേൻ. ജീവനുള്ള ആരാധനയിൽ നാം ഹല്ലേലൂയ ആമേൻ കൂടുന്നവരായിരിക്കണം. ഇവിടെ വചനം പറയുന്നത്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ ഗോവിടെ മുൻപാകെ നടക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നാം ജീവന് ചൈതന്യമുള്ള ആരാധന ദൈവത്തിന് വേണ്ടി കാഴ്ചവെക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ ജീവിച്ചിരിക്കുന്നവരുടെ നടുവിൽ, ആത്മാവിൽ ആരാധിക്കുന്നവരുടെ നടുവിൽ, ആത്മാവ് പ്രാപിച്ചവരുടെ നടുവിൽ ജീവന് ചൈതന്യമുള്ളവരാക്കി കർത്താവ് നമ്മെ വാർത്തെടുക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ് ഹല്ലേലൂയ. രക്ഷൽ വാർത്തതുപോലെ നമ്മെ അവൻ പണിയുവാനിടയായി തീരും. നമ്മെ അവൻ ഹല്ലേലൂയ ആ കുശവന്റെ കയ്യിലായിരുന്ന കളിമണ്ണ് ആമേൻ മൺപാത്രം നിലത്ത് വീണ് ഉടഞ്ഞു പോയപ്പോൾ ആമേൻ കുശവൻ അതിനെ തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമാക്കി പണിതതുപോലെ ദൈവം ഹല്ലേലൂയ അങ്ങേക്ക് ഇഷ്ടമാ മണ്ണ്
നമ്മെ കർത്താവ് ഒരുക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ 14 വാക്യം പഠിപ്പിക്കുന്നു, യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകയും കഴിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ പകൽക്കാലം നാം കൂടി വരുന്നത് അവൻ്റെ സകല ജനത്തിൻ്റെ നടുവിൽ ദൈവത്തെ ആരാധിക്കുവാനാണ്. ഈ രക്ഷയുടെ പെട്ടകം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചു ഘോഷിക്കുവാനാണ് നാം യഹോവയുടെ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. വചനം പറയാണ്, ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകയും കഴിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ യഹോവയ്ക്ക് വേണ്ടി സമർപ്പിക്കും. ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ഞാൻ എന്നെ തന്നെ കർത്താവിന്റെ സന്നിധാനത്ത് ആമേൻ ഹല്ലേലൂയ വിട്ടുകൊടുക്കുമെന്നുള്ള ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു ഉടമ്പടി ഇവിടെ പറയുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർ പറയും ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ മുൻപാകെ ജീവനുള്ള ആരാധന പങ്കിടും. ആമേൻ. ജീവനും ചൈതന്യം നമ്മുടെ ആമേൻ ശരീരത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ രോഗശക്തികൾ ഇരിക്കത്തില്ല, ശാപശക്തികൾ ഇരിക്കത്തില്ല, ആഭിചാര പോരുകൾ ഇരിക്കത്തില്ല, വെല്ലുവിളികൾ ഇരിക്കത്തില്ല, ശത്രുവിന് ഏതൊരു നുകവും നമ്മുടെ മേൽ കടന്നു വരത്തില്ല. ഹല്ലേലൂയ. കാരണം ആത്മാവ് ഹല്ലേലൂയ ഇവയെല്ലാം തള്ളി പുറത്താക്കുവാനിടയായി തീരും. നമ്മുടെ ബോഡിയിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ആ പരിശുദ്ധാത്മാവിന് എതിരെ വരുന്ന വ്യാപാര ശക്തികളെയെല്ലാം അവൻ ഹല്ലേലൂയ എന്നേക്കുമായി ആട്ടി പുറത്താക്കുവാനിടയായി തീരും. ഈ വിശ്വാസമാണ് ഒരു ദൈവ പൈതലിന് ആവശ്യമായിരിക്കുന്നത്. എന്റെ ശരീരത്തിലേക്ക് കയറി വരുന്ന എനിക്കെതിരെ കടന്നു വരുന്ന പ്രതികൂല മണ്ഡലങ്ങളെ എന്നിൽ ഭരിക്കുന്ന ദൈവാത്മാവ് ഇവയെ ആട്ടി പുറത്താക്കുമെന്നുള്ള ആ ദൃഢ നിശ്ചയമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അനുസരിക്കുന്നത് യാഗത്തെക്കാളും മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലർക്കും അനുസരിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ആമേൻ അല്പമാകുന്ന ഹല്ലേലൂയ സ്നേഹങ്ങൾ പിടിച്ചു പറ്റുവാൻ വേണ്ടി ഹല്ലേലൂയ ജീവിതങ്ങളെ വരെ തകിടം മറിക്കുന്ന ലോകത്താണ് ഞാനും നിങ്ങളും വസിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ഈ നാളുകളിൽ ഒരു ആത്മീക ദൈവ പൈതൽ മുന്നോട്ട് പോകേണ്ടതായി ഉണ്ട്. ഹല്ലേലൂയ. എൻ്റെ 19 വാക്യം പറയുന്നു, ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകയും കഴിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനാണത്രേ ഈ കൂടി വരവ്, അതിനാണത്രേ ഈ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകയും കഴിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഞാൻ പറയട്ടെ, ആമേൻ നേർച്ചകളായി, കാഴ്ചകളായി, വഴിപാടുകളായി, സമർപ്പണങ്ങളായി കൊണ്ടുവന്നിരിക്കുന്ന ഹല്ലേലൂയ ഈ ആമേൻ പ്രൈസ് ദി ലോർഡ് പഠന ഉപകരണങ്ങളുടെ മധ്യത്തിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്ക് തണലേകുവാനായി കൊണ്ടുവച്ചിരിക്കുന്ന ഹല്ലേലൂയ ഈ ഓരോ വസ്തുതകളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ ഇതിൻ്റെതാകുന്ന പ്രതിഫലവും അനുഗ്രഹവും നന്മയും അത് നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടുമെന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ഞാൻ എൻ്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുകയും കഴിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം നമ്മുടെ കോമ്പൗണ്ടിനെ നാം തന്നെ പരിപാലിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതിനെ അടയ്ക്കേണ്ടുന്ന മണം അടച്ചിട്ടാൽ ആമേൻ ഒരു വ്യക്തി പോലും കോമ്പൗണ്ടിന് മേൽ കയറത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം അതിനെ അലക്ഷ്യമാക്കി തുറന്നടിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഹല്ലേലൂയ പലതും കയറി വന്ന് നാശം വിതയ്ക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാരംഭത്തിലൊക്കെ ചില
ഉപദേശങ്ങൾ കൊടുക്കുവാനിടയായി. ആമേൻ. ഇതുവരെ ഞാൻ അനുസരിച്ച് കണ്ടിട്ടില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയെങ്കിലും അനുസരിച്ച് കഴിഞ്ഞാൽ ആമേൻ അതിന്മേലെല്ലാം ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് ദൂതന്മാർ ഹല്ലേലൂയ കോമ്പൗണ്ടിന് ചുറ്റും ആമേൻ കാവലായി ഇറങ്ങി വന്ന് ആമേൻ പ്രൈസ് ദി ലോർഡ് അദൃശ്യശക്തികളെ പുറത്താക്കുവാനിടയായി തീരും. ഒന്നാമത് മഹത്വം ദൈവത്തിന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ശത്രുവിനിടമുള്ളത് ഒന്നുമില്ലാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ആമേൻ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകയെ കഴിക്കും. ഹല്ലേലൂയ. യഹോവയുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർ പറയും എൻ്റെ പ്രാർത്ഥന, യാചന, അപേക്ഷ ദൈവം കേട്ടതുകൊണ്ടാണ് ഈ പകൽക്കാലം ഞാൻ തിരുവാലയത്തിലായിരിക്കുന്നത്. ആ ദൈവത്തെ നമുക്ക് വീണ്ടും സ്തുതിക്കാം. കേൾക്കാൻ പോകുന്ന ആലോചനയുടെ കീഴിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.